വിഷുക്കാലമാകുമ്പോൾ വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ കാണാത്തവരായി ആരും ഉണ്ടാകില്ല. കൺമുന്നിൽ ഭംഗിയും ഐശ്വര്യവും നിറഞ്ഞ കുറേയധികം ഉണ്ണിക്കണ്ണന്മാരെ ഒരുമിച്ച് കാണുമ്പോൾ വാങ്ങാനെത്തുന്നവർക്കും കൺഫ്യൂഷനാണ്. അങ്ങനെ വിപണിയിൽ നിന്ന് സ്വന്തമാക്കിയ ഉണ്ണിക്കണ്ണനെയും കൊണ്ട് കണിയൊരുക്കാനുള്ള തിടുക്കത്തിലാണ് കൊല്ലത്തുകാർ. അഴകേറിയ നയനങ്ങൾ, ചെറുപുഞ്ചിരിയോടെ വർണ്ണപ്പട്ടുടയാടയുടുത്ത് കോലക്കുഴലുമായി നിൽക്കുന്ന നീലക്കാർ വർണ്ണന്മാർ, കാലികളെ മേയ്ക്കുന്ന ഗോവിന്ദന്മാരെയും കാണാം. വർണ്ണങ്ങൾ പലതാണ്. ചൈതന്യവത്തായ 100ഓളം കൃഷ്ണവിഗ്രഹങ്ങൾ. ഈ കാഴ്ച കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപത്തെ റോഡരികിലാണ്. വിഷുദിനത്തിൽ കണിയൊരുക്കാൻ കൃഷ്ണവിഗ്രഹം തേടി നഗരത്തിലുള്ളവരൊക്കെ ഇവിടേക്കെത്തും. വിഷു അടിപൊളിയാണ്. നേരത്തെ കട്ടി അടിപൊളിയാണ്. ഇനി കൊല്ലം പൂരമല്ലേ 15-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നല്ലൊരു ഇതാണ് വിഷുവിൻ്റെ. നോക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ 2 ഐറ്റം ഞാൻ എടുത്തായിരുന്നു. 2-3 എടുത്തായിരുന്നു. നമുക്ക് ബന്ധുക്കാരെ വീട്ടിലോട്ടും അങ്ങനെയൊക്കെ കേട്ട് കുറച്ചെണ്ണം എടുത്തായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ വട്ടം എല്ലാം ഇത് തന്നെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വട്ടം എല്ലാ വർഷവും ഇവിടെ ഇരുന്നേ അവർ നോക്കിയെടുക്കണം. അപ്പോൾ പശുവൊക്കെ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ ആ രീതി നോക്കി നമ്മളെടുക്കും. മുഖം അങ്ങനെയൊക്കെ ഫേസൊക്കെ നോക്കിയിട്ടാണ് കൃഷ്ണൻ എടുക്കുന്നത്. വിഷുവിന് നല്ല ഒരു കണി കാണണം എന്നുള്ള ഒരു തീരുമാനമാണ്. കാത്തിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രസൻറ്റ് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ തന്നെ അത് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അവരെ സെലക്ട് ചെയ്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് മാറും. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിൽ കളർ വ്യത്യാസം വരും. കളർ വ്യത്യാസം വരുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ആകർഷണം ഉണ്ടാവും. നല്ല സന്തോഷമായിരിക്കും. കുറച്ച് എല്ലാം നല്ല ഭംഗിയുണ്ട്. ഒരേയിടത്ത് ഭംഗിയേറിയ ഒരുപാട് കൃഷ്ണവിഗ്രഹങ്ങൾ കാണുമ്പോൾ വാങ്ങാനെത്തുന്നവർക്ക് കൺഫ്യൂഷൻ അടിക്കും. ഒടുവിൽ ഐശ്വര്യമുള്ളത് നോക്കി കണ്ടെത്തും. ചിലർ നേരത്തെ തന്നെ വന്ന് കണ്ടെത്തി വയ്ക്കുകയും ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഇതിലെ കൂടെ കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു, ഇങ്ങനെ കൃഷ്ണനെ കണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലാതെ ഒന്ന് കണിയേണ്ടതേ ഉള്ളൂ. പ്രാവശ്യം വീട് ആക്കിയപ്പം ഒരു കൃഷ്ണനെ മേടിച്ച് ഏതെടുക്കണമെന്ന് അറിയാൻ ഏതായിപ്പോയി. പിന്നെ ഇത് ഞാൻ പണ്ടേ കണ്ടു വെച്ചിരുന്ന ഈ കളറ്, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. രാജസ്ഥാനിൽ നിന്ന് എത്തുന്നവർ കൊട്ടിയത്തെ ഒരു വീട്ടിൽ വെച്ചാണ് ഈ ഉണ്ണിക്കണ്ണന്മാരെ നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ചായം പകരുമ്പോൾ സൗന്ദര്യം ഇരട്ടിയാകും. നിരവധി പേരാണ് ഓരോ ദിവസവും എത്തി വിഗ്രഹങ്ങളും വാങ്ങി മടങ്ങുന്നത്. വിഷുദിനത്തിൽ ഐശ്വര്യമേറെയുള്ള ഉണ്ണിക്കണ്ണനെ കണി കാണണമെന്നതാണ് ഓരോരുത്തരുടെ മനസ്സിലുമുള്ളത്. കൃഷ്ണവിഗ്രഹം വാങ്ങിയാൽ പിന്നെ കണിയൊരുക്കുവാനുള്ള മറ്റു വിഭവങ്ങൾ തേടിയുള്ള യാത്രയാണ് അടുത്തത്. ജനം, കൊല്ലം.